ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ എലിയുടെ ശല്യം, പെരിച്ചാഴിയുടെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട്. വീടിൻ്റെ പരിസരത്തൊക്കെ ഇതുപോലെ മണ്ണ് മാന്തിയിട്ടൊക്കെ ആക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരമൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചേനയൊക്കെ നമ്മൾ മുറിക്കുന്ന സമയത്ത് മിക്കവാറും കൈയൊക്കെ നല്ല രീതിയിൽ ചൊറിയാറുണ്ട്. അപ്പം നമ്മൾ അത് ചൊറിയാതെ തന്നെ നമുക്ക് ചേന കട്ട് ചെയ്തെടുക്കാനും കഴുകിയെടുക്കാനും ഉള്ളൊരു ടിപ്പാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ചേന നമ്മൾ മാക്സിമം നല്ല നനവോടുകൂടി തന്നെ നമ്മൾ ചേന കട്ട് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ചേനയാണ്, അല്ലെങ്കിൽ നമ്മൾ ചേന വാങ്ങിയെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കുറച്ച് നന്നായി തന്നെ ഒന്ന് വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ആ ഒരു നനവിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ ഫുള്ളായി പോവും. അങ്ങനെ പോവുകയും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ നനവില്ലാതെ നമ്മൾ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പോലെ വലിയ വലിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തോല് കളയാനും, നമ്മൾ ആപ്പിളിൻ്റെയൊക്കെ തോല് ചെത്തിയെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ തോല് ചെത്തിയെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ നനവ് തട്ടുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ചൊറിയുക കേട്ടോ. പിന്നെ പണ്ട് കാലത്തൊക്കെ പറയും, നമ്മളിതിൻ്റെ തോലിനെ ഇപ്പോൾ അടുപ്പത്ത് വിറകടുപ്പൊക്കെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിറകടുപ്പിലേക്ക് ഇതിൻ്റെ തോലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചൊറിയില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് ഏകദേശം കുറേയൊക്കെ വാസ്തവം തന്നെയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഇത് കൊണ്ടാണെന്ന് അറിയില്ല, നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ ചൊറിയില്ല എന്നുള്ളൊരു നമ്മുടെ ഒരു വിശ്വാസം കൂടിയാകുമ്പോൾ നമുക്ക് അങ്ങനെ വരാറില്ല. അപ്പോൾ ഇപ്പോൾ മിക്ക വീടുകളിലും അടുപ്പൊന്നും ഉണ്ടാവാറില്ലല്ലോ, ഈ വിറകടുപ്പൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ചൊറിയുന്ന പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് അതിൻ്റെ തോല് ഫുള്ളായി തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും കുറേ നല്ല വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ കേക്ക് റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചേനയെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഏത് രീതിയിലാണോ, ഇപ്പോൾ കറി വെക്കാനാണോ ഫ്രൈ ചെയ്യാനാണോ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെയുള്ള അരിപ്പ നമ്മൾ എണ്ണയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വറുത്ത് കോരാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ അരിപ്പയുണ്ടല്ലോ, ഈ അരിപ്പ യൂസ് ചെയ്തിട്ട് ഇത് എടുക്കുക കേട്ടോ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ മണ്ണോ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോകും. ഇങ്ങനെ 2-3 വട്ടം കഴുകുക. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതുപോലെ കോരി എടുത്തിട്ട് അരിപ്പയിലോട്ട് ഒന്നും കൂടെ നല്ല ഡയറക്റ്റായി തന്നെ വെള്ളം അതിലേക്ക് വീഴുന്ന രീതിയിൽ നമ്മളാക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൈ ചൊറിയുന്ന പ്രശ്നം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ നമ്മൾ മീനൊക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങും. കുറേയൊക്കെ ചിലപ്പോൾ നമ്മൾ മീൻ 1 കിലോ അതിൻ്റെ ആവശ്യത്തിൻ്റെ അവിടെ നമ്മൾ ചിലപ്പോൾ 2 കിലോ ഒക്കെ വാങ്ങും. നമ്മൾ വാങ്ങി നമ്മളത് സൂക്ഷിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് നമ്മൾ മുളക് പുരട്ടിയിട്ടാണെങ്കിലും അല്ലാതെയും നമ്മൾ ഫ്രിഡ്ജിനകത്തും ഫ്രീസറിനകത്തൊക്കെ നമ്മൾ വെറുതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെ ഓക്കെ. അത് കഴിഞ്ഞാൽ അത് ഉണക്കമീനിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. 2-3 ദിവസം കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ആവാതെ നമ്മൾ ഫ്രഷായി തന്നെ നമ്മൾ മീൻ വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും 1 മാസം വരെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ മത്തിയാണ്, ഞാൻ അന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് 3 പാത്രത്തിലായിട്ട് 3 ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇട്ടതിന് ശേഷം അതിലേക്ക് കറക്റ്റായിട്ട് ഈ മീൻ ഫില്ലായി നിൽക്കുന്ന രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഫുള്ളായി തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ചിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണ നമുക്ക് വേണ്ടത് എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ ഒരു തവണ നമ്മൾ കുക്ക് ചെയ്യാനെടുക്കുക ആ രീതിയിലാണ് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിന് ആവശ്യത്തിനുള്ളതായി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയല്ല 1 മാസം വരെ നമുക്ക് മീൻ ഫ്രഷായി തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ബീഫാണെങ്കിലും അതുപോലെ ചിക്കൻ ആണെങ്കിലും ഒക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എന്നും നമുക്ക് നല്ല ഫ്രഷ്നെസ്സോടുകൂടിയുള്ള മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ്, നമ്മളിപ്പോൾ ഗോതമ്പ് ദോശയൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഗോതമ്പ് ദോശ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല കനത്തിലായിരിക്കും. എത്ര
എത്ര ചന്നത്തിൽ നമ്മൾ ദോശക്കല്ലിൽ പരത്തിയാലും അത് കുറച്ച് നല്ല തിക്കായിരിക്കും. അങ്ങനെ ആവാതെ നല്ല തിന്നായിട്ട് നമ്മൾ ദോശ റോസ്റ്റൊക്കെ കഴിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് തന്നെ, ഞാൻ സ്പൂണൊന്നും വേണമെന്നില്ല, കൈകൊണ്ട് തന്നെ ഞാനിതുപോലെ നന്നായി ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നിങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അതിൻ്റെ ഉള്ള കട്ടയും എല്ലാം പോയിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ദോശയുടെ ബാറ്ററിൻ്റെ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയും ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിന്നും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ മുട്ട മാത്രമേ നമുക്ക് പൊട്ടിച്ചൊഴിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ഞാനിവിടെ ഒരു 1.5 നാഴിയാണ് ഗോതമ്പ് മാവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഒരു മുട്ടയാണ് ചേർത്തത്. അതുപോലെ നമ്മൾ 4 നാഴി എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മുട്ട മാത്രം പൊട്ടിച്ചൊഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് ദോശ ഇവിടെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് ദോശയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മുട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും നമുക്ക് ഈ ഒരു ഗോതമ്പ് ദോശയ്ക്ക് സാധാരണ കഴിക്കുന്നതിലും വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റും നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ പരിസരത്തോടു കൂടി ചേർന്ന് തന്നെ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ പെരിച്ചാഴി ഇതുപോലെ വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മണ്ണ് മുഴുവൻ ശരിക്കും കറക്റ്റായിട്ട് അതിനെ ഈ ഒരു ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ വലിയൊരു കുഴിയൊക്കെ ആക്കി വെക്കാറുണ്ട്. പെരിച്ചാഴിയുടെയും എലിയുടെയും ഒക്കെ ശല്യം ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിന് പെരിച്ചാഴിനെ ആണെങ്കിലും എലിനെ ആണെങ്കിലും തുരത്താനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് മൈദാമാവ് എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് പഴയ മൈദാമാവാണ്. അപ്പോൾ അത് നമ്മൾ കളയാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മൈദാമാവാണെങ്കിൽ എടുക്കാം. മൈദാമാവ് തന്നെ വേണമെന്നില്ല, ഗോതമ്പ് മാവായാലും അതുപോലെ തന്നെ അരിപ്പൊടി ആണെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ മൈദാമാവ് ആയതുകൊണ്ട് ഞാൻ മൈദ എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള എന്തൊക്കെ ടാബ്ലറ്റ് ഉണ്ടോ അതൊക്കെ നമുക്ക് എടുക്കാം. ഞാനിവിടെ 2 പാരസെറ്റമോൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ കണ്ടില്ലേ ഒരു 6 നമ്മൾ ഡീകോൾഡ്, അതായത് നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അത് വാങ്ങി വെച്ചു, അത് നമ്മൾ കഴിച്ചില്ല, അതിൻ്റെ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ടാബ്ലറ്റാണ്. അപ്പോൾ അതിനെ നമ്മളിതിൽ പൊടിച്ചിടുക. അപ്പോൾ ഇത് നല്ല വേറെ എന്ത് ടാബ്ലറ്റ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അതിനെ നമ്മളിതുപോലെ എടുത്തിട്ട് ഒരു ഇടികല്ല് യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ ഒരു ഇടികല്ല് യൂസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. നമ്മളിങ്ങനെ നിറയെ ടാബ്ലറ്റ് ഉള്ളത് കാരണം പിന്നെ നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ഇപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല, കാരണം ഇത് ആവശ്യത്തിൽ കൂടുതൽ ഞാനിവിടെ പഴയ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അതിന് മുഴുവനായി തന്നെ ഞാൻ പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ പഴയ മാവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടാബ്ലറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മതി നമ്മുടെ വീട്ടിലെ എലിയുടെയും പെരിച്ചാഴിൻ്റെയും ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത്. നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്തു, പിന്നെ കുറേ നാളത്തേക്ക് വീടിൻ്റെ പരിസരത്ത് എലിയും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ പിന്നെയും രണ്ടാമത് ഇതുപോലെ വന്നിരിക്കുന്നു. അപ്പോൾ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഇത് നമ്മൾ തയ്യാറാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് രാത്രി സമയത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിലെ പെറ്റ് അനിമൽസ്, നായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചു കഴിഞ്ഞാലും ഇത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ നോക്കിയിട്ട് നിങ്ങളിടുക. പിന്നെ ഇത് വീട്ടിനകത്തൊന്നും ഇടരുത്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്ത് കഴിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വീട്ടിനകത്ത് ഇടുകയാണെന്നെങ്കിൽ പോലും അകത്തൊക്കെ ചില വീടുകളിലൊക്കെ ഓടിട്ട വീടുകളിലൊക്കെ ചിലപ്പോൾ എലി ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രാത്രി സമയത്ത് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉറങ്ങിയതിന് ശേഷം മാത്രം നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. രാവിലെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. അത് അവിടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെടുത്ത് മാറ്റാനും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിന് മൊത്തമായിട്ട് നമ്മൾ ആവശ്യം അനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ശരിക്കും ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴയ്ക്കുന്ന പരുവത്ത് നമ്മളിതിനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോളാക്കിയിട്ട് നമ്മുടെ വീടുകളിൽ എവിടെയൊക്കെയാണോ എലിശല്യം അവിടെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. രാത്രി സമയത്ത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണമെങ്കിൽ രാത്രി സമയത്താണ് ഏറ്റവും കൂടുതൽ വീടിൻ്റെ പരിസരത്താണെങ്കിലും എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യം ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് വലിയ ബോൾ വേണ്ട, ഇതുപോലെ ചെറിയൊരു ബോൾ
ആക്കിയാൽ മാത്രം മതിയാവും കേട്ടോ. ഈ രീതിയിൽ നമ്മൾ ആക്കിയെടുത്തതിന് ശേഷം നമ്മളിതിനെ ഏതൊക്കെ ഭാഗത്താണ് ഇപ്പോൾ കുഴിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു കുഴിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിക്കകത്തും നമ്മൾ ഇട്ട് കൊടുക്കാം, അതുപോലെ പരിസരത്തൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പകലായതുകൊണ്ട് ഞാൻ പുറത്തൊന്നും ഇടുന്നില്ല, ആ കുഴിക്കകത്ത് മാത്രമാണ് ഇടുന്നത്. രാത്രി സമയമാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.